പൂനെയിൽ വെച്ച് കാണാതായ കോഴിക്കോട് കണ്ടംകുളങ്ങര സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഡിസംബർ 17-ാം തീയതി വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വിഷ്ണുവിനെ കാണാതായത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യ ദാസ് ആണ് ചേരുന്നത്. രമ്യ, എന്തായാലും ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. വിഷ്ണുവിനെ കണ്ടെത്തി എന്നുള്ളത്. ബംഗളൂരിൽ എവിടെ നിന്നാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത്? വിഷ്ണു എന്തിനാണ് അവിടേക്ക് എത്തിയത്? ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണിത്. കാരണം ഏറെ നാളായി കാണാതെയിരുന്ന ഈ സൈനികനെ കണ്ടെത്തി എന്നുള്ളത്, വിഷ്ണുവിനെ കണ്ടെത്തി എന്നുള്ളത് ഏറെ ആശ്വാസകരമായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ബാംഗ്ലൂരിൽ വെച്ചാണ്. അതായത് വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് സൈനികനായ വിഷ്ണുവിനെ കാണാതെയാവുന്നത്. കാരണം കഴിഞ്ഞ 17-ാം തീയതി വീട്ടിലേക്ക് വിഷ്ണു അയച്ചിരുന്നു. തുടർന്ന് മകൻ എത്തുന്ന സമയം കഴിഞ്ഞും കാണാതായതോടെയാണ് വീട്ടുകാർ എലത്തൂർ സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത്. തുടർന്ന് നീണ്ട അന്വേഷണം തന്നെയായിരുന്നു ഈ വിഷ്ണുവിന് വേണ്ടി പോലീസ് നടത്തിയത്. മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എലത്തൂർ എത്തിയിട്ടില്ലെന്നും, അതായത് കോഴിക്കോട് എത്തിയിട്ടില്ലെന്നും, മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണെന്നും ഉൾപ്പെടെ മനസ്സിലാക്കിയതോടെ അന്തർ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇടയിലാണ് വീണ്ടും ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും സൈനികനായ വിഷ്ണുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഒളിച്ചോട്ടത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ, അതായത് ഏകദേശം ഒരു 10 മണിയോടെ തന്നെ വിഷ്ണുവിനെ എലത്തൂർ സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഏറെ ആശ്വാസകരമായ, പുതുവർഷമായതോടുകൂടി തന്നെ ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. ഇത്ര നാളായി 17-ാം തീയതി മുതൽ കാണാതായ വിഷ്ണുവിനെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി ബാംഗ്ലൂരിൽ വെച്ചുമാണ് സൈനികനെ കണ്ടെത്തിയിട്ടുള്ളത്. ശരി രമ്യ, കോഴിക്കോട് സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് രമ്യ ദാസ് നൽകിയത്.